കേരളത്തിൽ ദൈവങ്ങളും മനുഷ്യരും സുരക്ഷിതരല്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അവസരവാദ രാഷ്ട്രീയത്തിലൂടെ ഇരു മുന്നണികളും കേരളത്തെ കുട്ടിച്ചോറാക്കി. വികസന പദ്ധതികളിലൂടെ കേരളത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്നത് BJPക്ക് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമങ്ങാട്, അരുവിക്കര, വാമനപുരം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോത്തൻകോട് ജംഗ്ഷനിൽ നിന്നും സമ്മേളനവേദിയിലേക്ക് റോഡ് ഷോ ആയാണ് രാജ്നാഥ് സിംഗ് എത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയെ ഒരു നോക്ക് കാണാൻ ഇരുവീതികളിലും അണിനിരുന്നത്. ആവേശം അക്ഷരാർത്ഥത്തിൽ അലതല്ലി. കഴിഞ്ഞ 70 വർഷങ്ങളായി ഇടതുവലത് മുന്നണികൾ കേരളത്തെ വഞ്ചിക്കുകയാണെന്ന് രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. അഴിമതിയും ധൂർത്തും മാത്രമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കട്ടത് CPM-ഉം അത് വിറ്റത് കോൺഗ്രസുമാണെന്നും കേരളത്തിൽ ദൈവങ്ങൾക്കും മനുഷ്യർക്കും ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും രാജ്നാഥ് സിംഗ് വിമർശിച്ചു. इसीलिए मैं कहता हूं कि LDF और UDF एक ही हैं, भ्रष्टाचार के मामले में भी, जनता को लूटने के मामले में भी और तुष्टीकरण यानी अपीजमेंट के मामले में भी. इसी तरह LDF ने कुछ सोने के टुकड़ों के लिए अयप्पा भगवान को भी धोखा दिया है. कुछ कम्युनिस्ट पार्टी के नेताओं ने सोना की चोरी किया और इस चोरी के सोने को बेचने में कांग्रेस के नेताओं ने उनकी मदद की है. इस केस के मुख्य आरोपी की तस्वीर भी कांग्रेस के बड़े नेताओं के साथ है. കേരളത്തിൽ BJP ജയിക്കേണ്ടത് BJP പ്രവർത്തകരുടെ മാത്രം ആവശ്യമല്ലെന്നും തീവ്രവാദ ശക്തികളിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിക്കുവാനുള്ള സാധാരണക്കാരന്റെ ആവശ്യം കൂടിയാണെന്നും നെടുമങ്ങാട് NDA സ്ഥാനാർത്ഥി യുവരാജ് ഗോകുൽ പറഞ്ഞു. ഇത്തരത്തില് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല വികസനം എന്ന് പറയേണ്ടത്. വികസനം ഉണ്ടാകേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ കരുതിയിട്ടാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ കുടിവെള്ള വിതരണത്തിൽ നിന്ന് തുടങ്ങി റോഡ് വികസനത്തിൽ വരെ പറ്റിപ്പ് മാത്രമാണ് നിലവിലെ ജനപ്രതിനിധികൾ ഈ മണ്ഡലത്തിനോട് ചെയ്തിട്ടുള്ളത്. അതിനൊരു മോചനം ഉണ്ടായേ പറ്റൂ. BJP നെടുമങ്ങാട് നിയോജക മണ്ഡലം ജയിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല, അതിനിപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. നിറഞ്ഞ വേദിയിൽ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെ സാക്ഷി നിർത്തിയാണ് രാജ്നാഥ് സിംഗ് സംസാരിച്ചത്. 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിമാർ കൺവെൻഷനിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.